ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജെ. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം ഒരു ബീട്രൂട്ട് കൊണ്ടൊരു പക്കാവടയാണ്. അതായത് ഒരു പൊക്കോട എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം, ഡ്രൈ ആയിട്ടുള്ള കുറച്ച് കട്ടിക്ക് ചെയ്യുന്ന ഒരു ബീട്രൂട്ട് കട്ടി പൊക്കോട. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഈ ബീട്രൂട്ട് പൊക്കോട കട്ടി പൊക്കോട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യം ബീട്രൂട്ട്. ഇതൊരു വലിയ ബീട്രൂട്ട് ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചീവി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാള 3 ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇങ്ങനെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ കുറച്ച് കായപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപയോഗിക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കടലമാവും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അരിപ്പൊടി, കുറച്ച് അരിപ്പൊടിയും ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ബീട്രൂട്ട് കട്ടി പക്കോടയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ബീട്രൂട്ട് പക്കോട ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഞാനിപ്പോൾ മെഷർമെൻറ്റ് ഗ്ലാസ് ഒരു 200 ഗ്രാംസിൻ്റെ ഒരു ഗ്ലാസ്സാണിത്. ഇതിലേക്ക് ഒരു ഗ്ലാസ് കടലമാവ് എടുക്കുന്നുണ്ട്. ശരിക്കും ഒരു ഗ്ലാസ് കടലമാവ്, ഒരു അര ഗ്ലാസോളം അരിപ്പൊടി. കൂടുതൽ വേണ്ട, അരിപ്പൊടി കുറച്ച് മതി. അര ഗ്ലാസ് പോലും ഇല്ല, ഒരു അര ഗ്ലാസ്സിന് കുറച്ച് താഴെ ഇത്രയും അരിപ്പൊടിയും ഇതിലേക്കായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ബീട്രൂട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഈ 3 സവാളയില്ലേ, ഈ സവാളയും ചേർത്ത് കൊടുക്കുന്നു. പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഈ മല്ലിയില, അരിഞ്ഞു വെച്ച മല്ലിയില, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, കാരണം ഈ ഉള്ളിയിൽ നിന്ന് തന്നെ നല്ലൊരു വെള്ളം വരും. ഉള്ളിയും ബീട്രൂട്ടിലും ഒക്കെ നല്ലൊരു എന്താ പറയുക, ഇതൊക്കെ കുറച്ച് നല്ല വെറ്റായിട്ടുള്ളത്, അതായത് കുറച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ളത് കൊണ്ട് ഇതിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഇതുകൊണ്ട് ഇങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. കാരണം ഇതിലെല്ലാം ഈ ബീട്രൂട്ടിലാണെങ്കിലും ഉള്ളിയിലാണെങ്കിലും ഒക്കെ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇപ്പം നമ്മളെല്ലാം നല്ലപോലെ കുഴച്ച് കഴിഞ്ഞു. ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ടി വന്നിട്ടില്ല. ആ ബീട്രൂട്ടിലെയും ഉള്ളിയിലും ഉള്ള വെള്ളത്തിൽ തന്നെ നമ്മളിത് കംപ്ലീറ്റ് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് പക്കോട ഉണ്ടാക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിവിടെ മാറ്റി വെച്ചിരുന്നു. ഇനി നമുക്കിത് കണ്ടോ, നല്ല സ്മൂത്തായി കഴിഞ്ഞു ഇപ്പോൾ മാവ് കുറച്ചുകൂടെ. മാത്രമല്ല തീരെ വെള്ളം നമ്മൾ തീരെ ഒഴിച്ചിട്ടില്ല. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലൂസായി പോയാൽ ചിലപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കട്ടിക്ക് കുഴച്ചെടുക്കണം. അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിക്കും. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചായിട്ട് ഈ മാവെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാതെ അങ്ങനെ വെറുതെ ഇടുന്നതാണ്. കാരണം കട്ടി പക്കോടയാണല്ലോ, അപ്പോൾ ഷേപ്പൊക്കെ ഇവിടെ ഇട്ടാൽ ഒരു മുരുമുരിപ്പ് കിട്ടില്ല. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം ഇതെല്ലാം അങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബാച്ച്. ഇതൊന്ന് നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം മാറ്റിയിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല കളറാണ്, നല്ല റെഡ് കളറിൽ ബീട്രൂട്ട് ആയതുകൊണ്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ഏകദേശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങി, നന്നായിട്ട് ഫ്രൈ ആയി. നമുക്കിനി അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് കണ്ടു. അപ്പം ഞാൻ അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുത്തു. ഇതപ്പോൾ നല്ലപോലെ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ബീട്രൂട്ട് കട്ടി പൊക്കാട റെഡി. കണ്ട ശരിക്കും നല്ല എന്താ പറയുക, ഒരു നല്ല നോൺ വെജ് ആയിട്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലേ. ഞങ്ങളിവിടെ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് അതാ തോന്നിയേ. അതുകൊണ്ട് നമുക്ക് തോന്നി ഇതൊരു ചിക്കൻ എന്താ പറയുക പൊക്കോടയുടെ ഒരു സ്റ്റൈല് കൂടെ ഇതിന് തോന്നുന്നുണ്ടെന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിനൊരു ചെറിയ ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളപ്പോൾ ഇനി ചിക്കൻ 65 അല്ലെങ്കിൽ ചിക്കൻ പക്കോട എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല കളർ കിട്ടും. വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യാതെ നന്നായിരിക്കും ചെയ്യും കാണാൻ. പക്കോട റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ലഞ്ചിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കാം. ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അത് നല്ലപോലെ കഴിച്ചോളും. അത് എന്താ പറയുക, നമുക്കും ഒരു തൃപ്തി ആയിരിക്കുമല്ലോ. കാരണം ഇവിടെ എൻ്റെ മോളൊക്കെ ഇത്രയും വലിയ കുട്ടിയായിട്ട് പോലും അവൾക്കൊന്നും ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാൻ അവൾക്കൊക്കെ ബീട്രൂട്ട് ഇപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കൊടുക്കാം ധൈര്യമായിട്ട് നമുക്ക്. പിന്നെ എണ്ണയൊന്നും അങ്ങനെ കൂടുതൽ ഇത് കൺസ്യൂം ചെയ്തിട്ടില്ല. കാരണം ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ നല്ലൊരു ഡിപ്പ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമുക്കപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പക്കോട എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.